അഡ്വക്കേറ്റ് അനിൽ ബോസ് UDF കൺവീനർ അടൂർ പ്രകാശിനെ വിളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ യാത്ര തുടങ്ങി 2ാം ദിവസമാണല്ലോ. അത് നിങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായൊരു തിരിച്ചടിയാണോ? എങ്ങനെയാണത് രാഷ്ട്രീയമായ തിരിച്ചടിയാകുന്നത്? കേരളം ചർച്ച ചെയ്യുന്ന ഒരു പൊതുവിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോയിലുണ്ട് എന്ന കാരണത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന കാരണത്താൽ സമൂഹത്തിലെ അദ്ദേഹവുമായി ഇടപെട്ടു എന്ന ധാരണയിൽ പല ആളുകളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അടൂർ പ്രകാശ് ഇതിനു മുമ്പ് തന്നെ ഒരു നോട്ടീസ് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഇത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ പ്രവർത്തിച്ചത്. എന്നാൽ അതേസമയം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്ത വിവരം ദിവസം 3 കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത് എന്നത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ആണ് ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്. കാരണം ഒരാളെ മൊഴിയെടുത്ത വിവരം 3 ദിവസം കഴിഞ്ഞ് മാലോകർ അറിയുന്നു, ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു നോട്ടീസ് വരുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ഇതൊരു ഉത്സവാഘോഷം പോലെ ആരവങ്ങളും ആർപ്പുവിളികളുമായി അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. അതും കഴിഞ്ഞ് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാണ് അദ്ദേഹം മൊഴി കൊടുക്കുന്നതിന് അദ്ദേഹത്തെ വിളിക്കുന്ന സ്ഥിതി. അതും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നോട്ടീസില്ല, റിട്ടേണായിട്ടൊരു നോട്ടീസ് കൊടുത്ത് ഇത്രാം തീയതി ഇത്ര മണിക്ക്. കാരണം ഒരു പ്രതിയാകുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്തരം വലിയ ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് കൂടിയായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിനെ പോലെ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള ഒരാളെ, മുൻ MLA ആയിട്ടുള്ള ഒരാളെ, നിലവിൽ UDF കൺവീനർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലുള്ള ഒരാളെ ചോദ്യം ചെയ്യാൻ ഇറങ്ങുന്ന SIT വളരെ കൃത്യമായി എല്ലാ ലീഗൽ സാഹചര്യങ്ങളും പരിശോധിച്ച് മാത്രമല്ലേ ഇറങ്ങൂ. അപ്പം കൃത്യമായ ഒരു നോട്ടീസ് കൊടുക്കില്ലേ? നോട്ടീസ് കൊടുത്തിട്ടില്ലെന്നാണോ പറയുന്നത്? നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്തത്. ഞാൻ പറയുന്നു, അല്ലല്ല, ഞാൻ പറഞ്ഞു തരാം. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നത് ശ്രീ അടൂർ പ്രകാശിൻ്റെ കൂടി പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വ്യക്തിപരമായി ഞാൻ എടുത്തു പറയാം. ഇന്നലെ വൈകുന്നേരം കാസർഗോഡ് പുതിയുഗ യാത്ര തുടങ്ങുന്ന സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അവരോടൊപ്പം സഹപ്രവർത്തകനായി ഒരേ സമയം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ശ്രീ M മുരളി എന്ന 5 തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഒരാളുടെ വിയോഗം. അതുകൊണ്ട് കേരളത്തിലെ മിക്ക നേതാക്കളും ഒരേ സമയം തന്നെ ഈ കാസർഗോഡ് പരിപാടിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ. അതിനുവേണ്ടി എല്ലാ നേതാക്കളും, ശ്രീ KC വേണുഗോപാൽ മുതൽ ഇങ്ങോട്ട് മുഴുവൻ നേതാക്കളും നാട്ടിലേക്ക് മടങ്ങി ആലപ്പുഴയ്ക്ക് എത്തുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടുന്ന് അദ്ദേഹം പുറപ്പെടുന്നത്. ഞാൻ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അവിടെ പോയി മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് വരും എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഒരു നോട്ടീസില്ല, ഒരു മുന്നറിയിപ്പില്ല. രാവിലെ അവർ വിളിക്കുന്നു. വിളിച്ച സമയത്ത് തന്നെ അദ്ദേഹം ഓക്കെ, ഞാനിവിടെ ഉണ്ട്, ഈ ശവസംസ്കാര ചടങ്ങിൽ വന്നാണ്, എനിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പാർലമെൻറ്റ് അംഗമായ, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവായ ഒരാൾ തനിക്കൊരു നോട്ടീസ് പോലും ഇല്ലാഞ്ഞിട്ടും ഒരു വിളി എത്തിയപ്പോൾ അവിടെ പോവുക, അല്ലാതെ മുങ്ങി നടക്കുകയോ ഒളിച്ചു പോവുക അല്ല ചെയ്തത്. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും സാധ്യമല്ലല്ലോ അഡ്വക്കേറ്റ് അനിൽ ബോസ്. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ അല്ല, സാധ്യമാണ്. ഇത് കേൾക്കൂ. ഞാനൊന്ന് പറയട്ടെ. നമ്മൾ ഈ വാശിയോടുകൂടി വെറുതെ നമ്മൾ 10-50 വർഷക്കാലം, ഇന്ന് ഏത് പാർട്ടിയുടെ ആണെങ്കിലും 50 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ ഒരു മണിക്കൂറത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി, ഒരു ദിവസത്തെ ടാം റേറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആക്ഷേപിക്കരുത്. അത് അടൂർ പ്രകാശിനെ ആയാലും കൊള്ളാം, മറ്റേത് പാർട്ടിക്കാരെ ആയാലും കൊള്ളാം. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇത് ഒരുപാട് അധ്വാനിച്ചാണ് ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രവർത്തിച്ച് വരുന്നവരാണ്. നിങ്ങൾക്കൊരു ദിവസത്തെ വാർത്ത മതി. അങ്ങനെ ചെയ്യരുത്, ആരോടാണേലും ചെയ്യരുത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹം പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ പാപ്പരസി പത്രക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ശ്രമിക്കുക. അദ്ദേഹത്തോട് ചോദിച്ച മൊഴി ഏതാണ്? ഊഹാപോഹങ്ങൾ വെച്ചല്ല. നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? പോറ്റിയെയും അടൂർ പ്രകാശിനെയും കൂടെ ഇരുത്തി ചോദ്യം ചെയ്തു. ഞാൻ ഇത് കേൾക്കൂ, ഒരു മിനിറ്റ് കേൾക്കൂ. മാധ്യമങ്ങൾ എന്നാണ് എന്താ ചെയ്യാ? നിങ്ങളെ ഒരു കാര്യം, മാധ്യമങ്ങളെ ചൂണ്ടി ഒരു വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചൊടിച്ചല്ലോ. അപ്പം ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനറെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചൊടിക്കില്ലേ? വർഗസ്നേഹം നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, കുടുംബസ്നേഹവും നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഞങ്ങൾക്കില്ലേ?
അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പറയുന്നത് point പറയൂ. ഞാൻ ചോദ്യത്തിലേക്ക് അത് കഴിഞ്ഞ് നടക്കാം. ഉന്നയിക്കുന്ന വ്യക്തിയുടെ പ്രതിനിധി എന്നുള്ളതിൽ ഓക്കെ. അപ്പം സ്വാഭാവികമായും ഒരു നോട്ടീസ് ഇല്ലാതെയാണ് അടൂർ പ്രകാശ് അവിടെ പോയിട്ടുള്ളത്. ഉത്തരവാദിത്വപൂർവ്വമാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിന് ചോർത്തിയെടുക്കാൻ കഴിയുന്ന നിങ്ങൾ ചോർത്തിയെടുത്ത് സംപ്രേഷണം ചെയ്തോളൂ. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഒരു കാര്യം ആമുഖമായി പറയുന്നു, അടൂർ പ്രകാശ് ഇനി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? 100% SIT നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയും കേരള ഗവൺമെൻറ്റുമാണല്ലോ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമാണല്ലോ. ഞങ്ങളല്ല. ഞങ്ങൾ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ഇന്ത്യയിലും കേരളത്തിലും. അതുകൊണ്ട് ഞങ്ങളല്ല ആഭ്യന്തര വകുപ്പ്. ഞങ്ങളുടെ ആരും SITയിലില്ല. ഞങ്ങളുടെ ആരുമല്ല ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിലിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണ സംവിധാനങ്ങളൊന്നും ഞങ്ങളില്ല. അടൂർ പ്രകാശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലും. നിങ്ങൾ കേസെടുത്ത് റിമാൻഡ് ഒന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വരി പറയട്ടെ, ഒറ്റ വരി പറയട്ടെ, ഒരു സെക്കൻഡ്, ഒരു വരി പറഞ്ഞിട്ട്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് 3 ദിവസത്തിന് ശേഷം മാലോകർ അറിയുകയും അടൂർ പ്രകാശ് പോകുന്നത് ആ സമയം തന്നെ ബ്രേക്കിംഗ് ആകുകയും അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം കാണുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഉപജാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയും. ഇനി ചോദിച്ചു. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞ ഒരു കാര്യം വാദത്തിന് സമ്മതിക്കാമെങ്കിലും അതിന് മറുപടി പറയേണ്ടത് VK സനോജാണ്. അങ്ങ് ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്ത് 3-ാം ദിവസം വാർത്തയായിരുന്നു. 3 ദിവസം വാർത്ത ആരും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. മാധ്യമപ്രവർത്തകർ അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 ദിവസത്തിന് ശേഷമാണ് വാർത്ത കിട്ടുന്നത്. ഇത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കാണ് ഒരു മിനിറ്റ് ശ്രീ അനിൽ ബോസ്, അടൂർ പ്രകാശ് പ്രതിയാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അടൂർ പ്രകാശിന് പോറ്റിയുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. അതെങ്ങനെയാണ് പുറത്തു വരുന്നത്? അങ്ങ് ചിരിക്കല്ലേ, അങ്ങ് കേൾക്കൂ. ചിത്രങ്ങൾ പുറത്തു വരുന്നു. ശരി, ചിത്രങ്ങൾ എല്ലാവർക്കും ഒപ്പമുണ്ടല്ലോ, അങ്ങ് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമുണ്ടല്ലോ, ശരിയാണ്. പല നേതാക്കൾക്കൊപ്പമുള്ള ബന്ധം, ചിത്രങ്ങൾ, സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ, ശരി, ചിത്രം അവിടെ നിൽക്കട്ടെ. ചിത്രം എന്നുള്ളതല്ലെന്നേ, അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോറ്റിയെ തനിക്ക് ഒരു വോട്ടർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയ്ക്ക് അറിയാം എന്ന് മാത്രമാണ്, പരിചയക്കാരൻ എന്ന് മാത്രമാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. പക്ഷെ അതിലപ്പുറമുള്ള കാര്യങ്ങൾ SITക്ക് കിട്ടിയിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ വാർത്ത കിട്ടിയപ്പോഴും ഒരു ദിവസം മുഴുവൻ ആ വാർത്തയിൽ നിന്നിട്ടുണ്ടെന്നേ. നിങ്ങൾ ഒറ്റ ബുദ്ധിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കൂ. വാർത്തയാണ്. വാർത്ത എങ്ങനെ നിങ്ങൾക്കെതിരായ വാർത്ത വേറെ രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് വൈകാരികമായി കാണണ്ട. വാർത്ത ആർക്കെതിരെ വന്നാലും അത് വാർത്ത തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ SITക്ക് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു സാക്ഷി, തൊട്ടടുത്ത അയൽവാസി, പോറ്റിയുടെ അയൽവാസി പറയുകയാണ് അടൂർ പ്രകാശ് ഇവിടെ നിത്യ സന്ദർശകനാണ് എന്നത്. അത് SIT മൊഴിയായി എടുത്തിരിക്കുന്ന വിവരമാണ്. അവിടുത്തെ ത്രിവിക്രമൻ എന്ന് പറഞ്ഞ അയൽവാസിയുടെ പ്രതികരണം, അത് ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ പ്രതികരണം, ഈ ബന്ധം എന്നുള്ളത് സാമ്പത്തിക ഇടപാടുകളാണോ എന്ന അന്വേഷണത്തിലേക്കാണ് SIT കടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന് ബന്ധം എന്ന രൂപത്തിലല്ല, പോറ്റിയുമായി എന്ത് ബന്ധം, പോറ്റിയുമായിട്ടുള്ള ബന്ധം അത്ര ശരിയായ ബന്ധമല്ല എന്ന് SIT സംശയിക്കുന്നു. ശ്രീ അനിൽ ബോസ്, അതുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമായി ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുകയാണ് എന്ന് വരികയാണെങ്കിൽ, ഒരു ഭാഗത്തിന് ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങനെയാണ് ഈ സഭ ചേരുന്ന സമയത്ത് വിളിപ്പിച്ചുകൂടായിരുന്നു? ഈ പോറ്റിയെ കയറ്റിയ പാട്ട് അകത്തും പുറത്തുമൊക്കെ പാടുന്ന സമയത്ത് അടൂർ പ്രകാശിനെ വിളിപ്പിച്ച എന്ത് മാതിരി ആഘോഷിക്കാം ഈ പറയുന്ന ഭരണപക്ഷത്തിന്, എന്തുമാതിരി അത് ഉപയോഗപ്പെടുത്താനാകുമായിരുന്നു. അതിനുശേഷമല്ലേ SIT നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ വിവരങ്ങൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, SITയുടേതായ വേഗത്തിൽ, SITയുടേതായ ആലോചനയിൽ, അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ സൗകര്യത്തിൽ അവർ വിളിപ്പിക്കുന്നു. അതല്ലേ സംഭവിച്ചത്? സ്വകാര്യ വാഹനത്തിലാണല്ലോ ഈ പറഞ്ഞ അങ്ങേ MP എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്തിനാണ് സ്വന്തം കാറിൽ സ്വകാര്യ വാഹനത്തിൽ പോയത് ചോദ്യം ചെയ്യലിന്? എല്ലാത്തിനും കൂടി മറുപടി പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്താ പറഞ്ഞത്, സ്മൃതി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ വളരെ പോസിറ്റീവായിട്ടല്ലേ, ഏത് പാർട്ടിയുടെ ആളുകൾ പറയും, CPMന്റെ പ്രതികൾ ജയിലിൽ ദിവസങ്ങളും മാസങ്ങളും കിടന്നിട്ട് അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാത്ത ഒരു പാർട്ടിയെ പരസ്യമായി വിചാരണ ചെയ്യേണ്ടത് ആളുകൾ അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങളുടെ ഡിഫൻസ്. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഞാൻ പറയാൻ സമയം എന്താ, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറയാൻ ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, എൻ്റെ പാർട്ടിയിൽ നിന്ന് ഉള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞ എന്താ, SIT ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല,
ആഭ്യന്തര വകുപ്പ് ഞങ്ങളല്ല, കോടതി ഞങ്ങളല്ല, ദേവസ്വം ബെഞ്ച് ഞങ്ങളല്ല. അടൂർ പ്രകാശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോളാൻ പറഞ്ഞാൽ അതിനപ്പുറം എന്താണ് ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ളതിലേ പറയേണ്ടത്? എന്താ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ ഞാൻ പറയാം. എന്താ ഞങ്ങൾ പറയേണ്ടത്? ഇത്രയും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന എന്നോട് നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് SIT അദ്ദേഹത്തെ പണമിടപാട് ആയിക്കോട്ടെ, പണമിടപാടാണോ അന്വേഷിക്കട്ടെ എന്ന്. അതിൻ്റെ കുറ്റപത്രം കോടതി വരുമ്പോഴല്ലേ അതിലെന്തൊക്കെ എഴുതി വെച്ചിരിക്കും നമുക്കറിയത്തുള്ളൂ. അറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേരുടെ കലഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അടൂർ പ്രകാശിനെ വിളിച്ചു, അദ്ദേഹത്തോട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു. ഇത് കേൾക്കൂ, അദ്ദേഹത്തിനോട് എന്തൊക്കെ ചോദിച്ചു എന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അറിയുമോ? നിങ്ങൾക്ക് ആരെങ്കിലും തരുന്ന വാർത്തകളാണ്, നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചോർത്തിയെടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അടൂർ പ്രകാശുമായി ഡയറക്റ്റ് സംസാരിച്ചിട്ടാണ് ഈ ചർച്ചയിലിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് അദ്ദേഹത്തോട് ഏതൊക്കെ ചോദ്യം ചോദിച്ചു എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അത് ശരിയല്ലല്ലോ. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റപത്രം കോടതിയിൽ വരുമ്പോൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ഫേസ് ചെയ്തോളും. ശരി, അതിനൊന്നും പാർട്ടിയൊന്നും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-മായ ഒരാൾക്കെതിരെ അതൊരു തുറന്ന മറുപടിയാണ്. അതായത് പത്മകുമാറിനെ പോലുള്ള CPM ഇത് കേൾക്കൂ, പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA-യും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അടക്കമുള്ള CPM നേതാക്കൾ കിടക്കുമ്പോൾ പൊട്ട ന്യായീകരണമായിട്ട് വന്നിരിക്കുന്ന പോലൊന്നും ഞങ്ങൾ കോൺഗ്രസ് പറയില്ലെന്നേ. ശരി, നിങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒരു സെക്കൻഡ്, സ്മൃതിയുടെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞില്ലാന്നേ. നിങ്ങൾ പറയുന്നത് പോലെ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യമോ പല പ്രാവശ്യമോ പോയി എന്ന് അയൽവക്കക്കാർ പറഞ്ഞു. പോയിട്ടുണ്ടാവാം, ഇല്ലെന്ന് ആര് പറഞ്ഞു? പോയിട്ടില്ലെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? പോയിട്ടുണ്ടാവാം. അത് പോയിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുമ്പ് മൂകാംബിയെ പോയിരുന്നു. മൂകാംബിയെ പോയ സമയത്ത് ഇവിടുത്തെ ഒരുപാട് നേതാക്കൾ അവിടെ പോയിരുന്നു. അവിടുത്തെ പല പൂജാരിമാർ, സഹായികൾ, അവരെല്ലാവരും വരുമ്പോൾ ഞങ്ങൾക്ക് തിരക്കിനിടയിൽ പെട്ടെന്ന് ദർശനത്തിനൊക്കെ സൗകര്യം കിട്ടും. സ്വാഭാവികമായും എനിക്ക് മാത്രമല്ല സ്മൃതിക്കും കിട്ടിയെന്നിരിക്കും. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അവർ പ്രത്യേകമായ ഒരു ടേക്ക് കെയർ ചെയ്തെന്നിരിക്കും. അപ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ നാളെയും അവിടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദർശനം, അവരുമായിട്ടുള്ള ഇടപെടൽ, കൂടുതൽ ഫ്രീ ആയിട്ട് നമുക്ക് പോയിട്ട് വരാനുള്ള സൗകര്യം, അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ടെന്നേ. അത് പല സ്ഥലത്തും ഏത് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയക്കാർക്കുണ്ടാവും, സിനിമാക്കാർക്കുണ്ടാവും, പൊതുപ്രവർത്തകർക്കുണ്ടാവും, ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവും, പ്രത്യേകിച്ച് വിശ്വാസികൾക്കുണ്ടാവും. അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ഭാവിയിൽ അയാൾ പ്രതിയായാൽ, അതുകൊണ്ട് നാളെ മൂകാംബിക ക്ഷേത്രത്തിലെ ആരെങ്കിലും ഒരാൾ പ്രതിയായാൽ അവിടെ പോയ KC വേണുഗോപാലോ VD സതീശനോ ഞാനോ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാം ആ കൊള്ളയിൽ പങ്കാളിയാണെന്ന് പറയും. എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്? അതിന് മാതൃകാപരമായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒന്നിലധികം ഒരു സെക്കൻഡ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒരു കാര്യമുണ്ട്. ഇതിൽ തുടക്കം മുതലേ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്തിരിക്കുന്ന തീരുമാനം. പറയട്ടെ ഈ ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന എന്ന് ആരോപിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നില്ലല്ലോ. അടൂർ പ്രകാശ് പറയുന്നത് അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അല്ല, രാഷ്ട്രീയമായ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല സ്മൃതിക്ക് ഇതുവരെ. അങ്ങനെ ഒരു ഫോട്ടോയിൽ കാണുകയും ഒന്നിലധികം തവണ ഇടപെടുകയും ചെയ്ത ആളെന്നുള്ള നിലയിൽ സംശയമുണ്ടാകുന്നെങ്കിൽ ഒരാളെ മാത്രമല്ല സംശയിക്കേണ്ടത്, അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും സംശയിക്കണം. അങ്ങനെ സംശയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം അതുപോലെ തന്നെ സമാനമായി ഇടപെട്ട ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആദ്യം SIT അവിടെ തുടങ്ങട്ടെ മാതൃക. അങ്ങീ പറയുന്ന അംബാസഡർ കൊടുത്ത ആംബുലൻസ് കൊടുത്ത ഫോട്ടോ അല്ലാതെ നിങ്ങൾക്ക് എന്ത് തെളിവാണ്? ഫോട്ടോ അല്ലാതെ സ്മൃതിയുടെ കയ്യിൽ എന്ത് തെളിവാണ് അടൂർ പ്രകാശിനെതിരെ ഉള്ളത്? ഉണ്ടല്ലോ സാക്ഷി. അടൂർ പ്രകാശിനെതിരെ ഫോട്ടോ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ്? പറയട്ടെ, സാക്ഷിമൊഴി. എന്ത് സാക്ഷിമൊഴി? എന്ത് സാക്ഷിമൊഴി? എന്ത് സാക്ഷിമൊഴി? അതിൽ ഏത് സാക്ഷി? ഒരു സാക്ഷിമൊഴിക്ക് ഒരു കേസിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് മൊഴി പറഞ്ഞെങ്കിലോ, ഒരു പാർട്ടിക്കാരനാണ് മൊഴി പറഞ്ഞെങ്കിലോ, അയൽവാസി മറ്റൊരു പാർട്ടിക്കാരനാണെങ്കിലോ, കടകംപള്ളി വന്നതും ഈ മൊഴി സ്ഥിരീകരിക്കാൻ രോഷം കൊള്ളിട്ട് കാര്യമില്ലെന്നേ. അടൂർ പ്രകാശ് വന്നത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ആ അയൽവാസി പറഞ്ഞതിൽ കടകംപള്ളി വന്നതും പറഞ്ഞിട്ടുണ്ട്, അടൂർ പ്രകാശ് വന്നതും പറഞ്ഞിട്ടുണ്ട്. അത് അടൂർ പ്രകാശിന്റെ കാര്യം മാത്രമാകുമ്പോൾ നിങ്ങൾ രോഷം കൊണ്ടിട്ട് കാര്യമില്ലെന്നേ. ഈ എല്ലാ നേതാക്കളും എന്തിനാ പോറ്റിയുടെ വീട്ടിൽ പോകുന്നത്? അത് പറയും. ഞങ്ങൾക്ക് രോഷമില്ലെന്നേ.
ഈ പോറ്റിയുടെ വീട്ടിലെന്താ കാര്യം? അല്ല, പോറ്റിയുടെ വീട്ടിലെന്നല്ല, സ്മൃതിയുടെ വീട്ടിൽ നാളെ രാവിലെ ഞാൻ വന്നിരിക്കും. സ്മൃതി ഒരു മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങളോടുള്ള സൗഹൃദം വെച്ച് നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും വന്നാൽ ഒരുപക്ഷെ നിങ്ങളെ ഞാൻ ഫോൺ ചെയ്ത് തന്നിരിക്കും, നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവായി ഇടപെടുന്ന ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ പോയെന്നിരിക്കും. നാളെ അവരെല്ലാം തെറ്റിയതാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റില്ലെന്നേ. പക്ഷെ അതുപോലെയല്ലല്ലോ ഇത്. അതുപോലെയല്ല. കാരണം അങ്ങീ പറയുന്ന വീട്ടിൽ പോലും മാത്രമല്ല, പലയിടത്തായുള്ള ദൃശ്യങ്ങൾ, അതിൽ ഈ പറയുന്ന ഗോവർദ്ധന പോലുള്ള ചിത്രങ്ങളുണ്ട്. നോക്കൂ അനിൽ ബോസ്, ഗോവർദ്ധന അടക്കമുള്ള ഇതിലെ കേസിലെ മറ്റു പ്രതികൾക്കൊപ്പം കൂടി തന്നെ അടൂർ പ്രകാശിനെ നിർത്തുകയാണ്. സ്മൃതി പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കാം. കോടതിയിൽ കുറ്റപത്രം വരുമ്പോൾ ഈ ഇത് തന്നെയാണ് CPM പറയുന്നത്. അത് ശരി, ഇതാണ് CPM വെയിറ്റ് ചെയ്യുന്നത്. അങ്ങീ പറയുന്ന പത്മകുമാറിന്റെ കാര്യത്തിൽ കുറ്റപത്രം വരട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ന്യായമാണ് ഈ പറയുന്നതിനർത്ഥം? അല്ല, അതുപോലെയാണ് ഇപ്പൊ പറഞ്ഞ അവസാനിപ്പിച്ചത്. എന്തായാലും അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതാണ് നാളെ അടൂർ പ്രകാശ് ജയിലിൽ കിടക്കണമെന്ന്. ശരി, ഇത് കേൾക്കൂ. നമ്മളാരും പ്രതികൂട്ടിലാക്കിയിട്ടില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അത്രയുമേ ചോദിച്ചിട്ടുള്ളൂ. അടൂർ പ്രകാശ് സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണെന്ന് ഇവിടെ ഒരൊറ്റ മാധ്യമങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങ് അത് ആ രൂപത്തിൽ അവതരിപ്പിക്കണ്ട. എങ്ങനെയാണ് പറയുന്നത് സ്മൃതി? നോക്കൂ, കുറ്റപത്രം വരട്ടെ അങ്ങനെ പറഞ്ഞല്ലോ. പത്മകുമാർ അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്നു. ശരി, വി കെ സനോജിലേക്ക് ഇത്ര നേരം നോക്കൂ. 7:17 ഇത്രയും നേരം അങ്ങോട്ടാണ് ചോദിച്ചത്. ഈ സനോജിന്റെ സമയമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.